തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് ആംബുലൻസ് ജീവനക്കാർക്ക് മർദ്ദനം. പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ ആംബുലൻസിൽ ഉണ്ടായിരുന്നവരാണ് ജീവനക്കാരെ മർദ്ദിച്ചത്. വെമ്പായം സ്വദേശികളായ ഹാജിർ, ജിതിൻ എന്നിവരാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നത്. ആക്രമണത്തിൽ ആംബുലൻസിലെ ടെക്നീഷ്യൻ നിതിന് പരിക്കേറ്റു. ദേവനുണ്ട് വീണ്ടും വിവരങ്ങളുമായി. ദേവൻ, ഈ പരിക്കേറ്റവർ തന്നെയാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നവരെ മർദ്ദിച്ചത്. ഈ ആക്രമണത്തിന് പിന്നിലെ സംഭവം എന്താണ്? സരിക, ഇന്ന് ഉച്ചയോട് ശേഷമാണ് കാട്ടായിക്കോണം ഞെരിക്കലിൽ വെച്ച് ഈ അപകടം സംഭവിക്കുന്നത്. ഇതിൽ വെമ്പായം സ്വദേശികളായിട്ടുള്ള ഹാജിർ, ജിതിൻ എന്ന് പറയുന്ന രണ്ടു പേർക്കായിരുന്നു ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് തന്നെയാണ് ഈ 108 ആംബുലൻസ് അവിടേക്ക് വിളിക്കുന്നതും ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ രോഗികളുമായി പോയ ആംബുലൻസിനുള്ളിൽ വെച്ച് തന്നെ ഈ രണ്ടുപേർ ഈ ആംബുലൻസിനുള്ളിൽ ഒരു അക്രമ സ്വഭാവം കാണിക്കുകയായിരുന്നു. ആംബുലൻസിനുള്ളിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് നേരെ ആദ്യഘട്ടത്തിൽ ഒരു ആക്രമണം തുടങ്ങി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ആംബുലൻസിന്റെ അകവശം പൂർണ്ണമായും നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അക്രമ സ്വഭാവത്തിലേക്ക് അവർ കടന്നിട്ടുണ്ടായിരുന്നത്. സംഭവത്തിൽ ആംബുലൻസ് ടെക്നീഷ്യനായിട്ടുള്ള നിതിൻ എന്നയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഇത്തരത്തിൽ ശ്രീകാര്യം പോങ്ങുമൂട് ഭാഗത്ത് വെച്ചിട്ട് ഈ ആംബുലൻസിനുള്ളിൽ വെച്ച് തന്നെ ഇവർ ഈ അക്രമ സ്വഭാവം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ രണ്ടുപേരും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ ജീവനക്കാരും ഉള്ളത്. അങ്ങനെയാണ് ഈ അപകടം നടന്നിരിക്കാനുമുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആംബുലൻസിനുള്ളിൽ കയറി അവർ ആ ഒരു സംഭവം ആംബുലൻസിനുള്ളിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് നേരെ പ്രകടമാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും സംഭവത്തിൽ ആംബുലൻസിന്റെയും ഡ്രൈവറുടെയും ഒപ്പം തന്നെ ആംബുലൻസിലെയും ജീവനക്കാരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.